നമസ്കാരം. മാജിക് അസ്ട്രോബി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വിവാഹരേഖയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയാലോ? ആളുകൾ അറിയുവാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷ കാണിക്കുന്നതും എന്നാൽ രേഖാശാസ്ത്രത്തിൽ വളരെയൊന്നും പ്രതിപാദിച്ചിട്ടില്ലാത്തതുമായ രേഖയാണ് വിവാഹരേഖ. ജ്യോതിഷത്തിലും ഹസ്തരേഖയിലും സംഖ്യാശാസ്ത്രത്തിലും ഉപദേശം തേടിയെത്തുന്നവരിൽ ബഹുഭൂരിപക്ഷത്തിനും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായി അറിയേണ്ട കാര്യം വിവാഹത്തെയും സന്താനങ്ങളെയും കുറിച്ചുള്ള കാര്യമാണ്. ഹസ്തരേഖാശാസ്ത്രത്തിൽ ചടങ്ങുകൾക്ക് ഒട്ടും തന്നെ പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായി മാത്രമാണ് രേഖാശാസ്ത്രം കാണുന്നത്. വിവാഹം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ചടങ്ങും ജീവിതത്തിലെ വഴിത്തിരിവുമാണ്. ഒരു ചടങ്ങെന്ന നിലയിൽ പള്ളിയിലോ ക്ഷേത്രത്തിലോ വിവാഹമണ്ഡപത്തിലോ രജിസ്റ്റർ കച്ചേരിയിലോ വച്ചും ആളുകൾ വിവാഹിതരാകാറുണ്ട്. എന്നാൽ ക്ഷേത്രം, പള്ളി, ഓഡിറ്റോറിയം എന്നിവിടങ്ങളിൽ വച്ച് നടക്കുന്ന ചടങ്ങുകൾ മതപരമായ ചടങ്ങുകളും രജിസ്റ്റർ കച്ചേരിയിൽ വച്ച് നടക്കുന്നത് നിയമപരമായ ചടങ്ങുമാണ്. ഈ ചടങ്ങുകൾക്കാണ് രേഖാശാസ്ത്രം വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ലാത്തത്. ഇനി വിവാഹം നമ്മുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണെന്നത് സത്യം തന്നെ. അവിടെയാണ് രേഖാശാസ്ത്രത്തിന് കാര്യമായ ചില സൂചനകൾ നൽകാൻ കഴിയുന്നത്. വിവാഹത്തോടുകൂടി രണ്ട് വ്യക്തികൾ ഒന്നിച്ച് ജീവിതം തുടങ്ങുകയും അവരുടെ പ്രശ്നങ്ങൾ പരസ്പരം അറിയുകയും അവ പരിഹരിക്കാൻ ഒന്നിച്ച് പരിശ്രമിക്കുകയും ചെയ്യും. ഇവിടെ പരസ്പര സഹകരണവും സ്വാധീനവുമാണ് നടക്കുന്നത്. ഈ ഭാഗം കൊണ്ടാണ് രേഖാശാസ്ത്രത്തിൽ വിവാഹം സംബന്ധിച്ചുള്ള സൂചനകൾ നൽകുന്നത് എന്നാണ് ഷീരോ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഈ സൂചനകൾ പ്രകാരം വിവാഹ ചടങ്ങുകൾക്ക് വലിയ പ്രസക്തിയില്ല. ഒരു പുരുഷനും സ്ത്രീയും വിവാഹം എന്ന കർമ്മം നടത്താതെ ഒരുമിച്ച് ജീവിക്കുകയും അവർക്ക് സന്താനങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ രേഖാശാസ്ത്രപ്രകാരം വിവാഹമായി അതിനെ കാണണം. അപ്പോൾ അവർ വിവാഹിതരായിട്ടില്ല എന്ന വാദമുഖത്തിന് അവിടെ പ്രസക്തിയില്ല. വിവാഹത്തെ സംബന്ധിച്ച് കൈത്തലത്തിൽ ബുധമണ്ഡലത്തിന് കീഴിലുള്ള കൈയുടെ അഗ്രഭാഗത്ത് നെടുകെയുള്ള രേഖകളിൽ നിന്നാണ് സൂചന ലഭിക്കുന്നത്. ഇതിന് വിവാഹരേഖകൾ എന്ന് രേഖാശാസ്ത്രകാരന്മാർ പറയാറുണ്ട്. ബുധമണ്ഡലത്തിൽ കൈയുടെ പാർശ്വഭാഗത്തു നിന്നും കൈത്തണ്ടയിലേക്ക് വരുന്ന എല്ലാ ചെറുരേഖകളും വിവാഹരേഖകളല്ല. അതിൽ നീളം കൂടി ആഴത്തിൽ പതിഞ്ഞിട്ടുള്ളവ മാത്രമേ വിവാഹരേഖകൾ എന്ന് പറയാനാകൂ. നീളം കൂടിയ രേഖകൾ മാത്രമേ ഇവിടെ വിവാഹരേഖകളായി പറയാൻ കഴിയൂ. ഏതെങ്കിലും വ്യക്തിയുമായി ഉണ്ടാകുന്ന ഗാഢമായ സ്നേഹബന്ധം കാണിക്കുന്നതാണ് ചെറിയ രേഖകൾ. ബുധമണ്ഡലത്തിൽ ഹൃദയരേഖയ്ക്ക് തൊട്ടുമുകളിലാണ് ഇവയുടെ സ്ഥാനം. വിവാഹം ഏതു പ്രായത്തിൽ നടക്കുമെന്നുള്ളത് ഹൃദയരേഖയും ചെറുവിരലിൻ്റെ താഴെ ഗണ്ഡത്തിലെ രേഖയ്ക്കുമിടയിൽ വിവാഹരേഖ എവിടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഹൃദയരേഖയോട് വളരെ അടുത്തായി വിവാഹരേഖയെ കാണുകയാണെങ്കിൽ വിവാഹം നന്നേ ചെറുപ്പത്തിൽ നടക്കുമെന്ന് ഉറപ്പിച്ചു പറയാം. എന്നാൽ വളരെ മുകളിലായിട്ടാണ് കാണുന്നതെങ്കിൽ വിവാഹം വളരെ താമസിച്ചു മാത്രമേ നടക്കൂ എന്നും പറയാം. ഇതിനെ ആയുർരേഖയുമായിട്ടോ ഭാഗ്യരേഖയുമായിട്ടോ ബന്ധപ്പെടുത്തി നോക്കിയാൽ ഏറെക്കുറെ ശരിയായ ഒരു അപഗ്രഥനം നടത്താനാകും. സൗകര്യാർത്ഥം ചെറുവിരലിൻ്റെ അടിയിലെ കുറുരേഖയും ഹൃദയരേഖയും തമ്മിലുള്ള അകലത്തെ 50 വയസ്സായിട്ടാണ് ചില രേഖാശാസ്ത്രകാരന്മാർ കണക്കാക്കുന്നത്. ഈ 50 വയസ്സിനെ ഭാഗിക്കുമ്പോൾ വിവാഹരേഖ എവിടെ എത്തുന്നുവോ ആ വയസ്സിൽ വിവാഹം നടക്കും. അപ്പോൾ ഹൃദയരേഖയോട് അടുത്താണെങ്കിൽ ഇളം പ്രായത്തിലും മുകളിലെ രേഖയ്ക്ക് സമീപത്താണെങ്കിൽ വളരെ പ്രായം ചെന്നുമായിരിക്കും വിവാഹമെന്ന് പറയാം. എന്നാൽ ഈ രണ്ടു രേഖകളുടെയും ഒത്ത മധ്യത്തിലാണ് വിവാഹരേഖ കാണപ്പെടുന്നുവെങ്കിൽ വിവാഹം ഏകദേശം 25 വയസ്സിനടുത്ത പ്രായത്തിൽ നടക്കുമെന്ന് പറയാം. ഈ അകലത്തെ സൂക്ഷ്മമായി ഗണിച്ച് അളന്ന് ഏറെക്കുറെ കൃത്യമായ കാലപ്രവചനം നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.
വിവാഹരേഖ നേരെയുള്ളതും തെളിവാർന്നതും കുരിശോ കറുത്ത പുള്ളികളോ ദ്വീപടയാളമോ ഇല്ലാത്തതുമായിരിക്കണം. അത് മുറിഞ്ഞു കിടക്കാനും പാടില്ല. വിവാഹരേഖ നേരെ താഴെ ഹൃദയരേഖയിലേക്ക് ചരിഞ്ഞിരിക്കുകയാണെങ്കിൽ പ്രസ്തുത വ്യക്തി വിവാഹം കഴിക്കുന്ന ആളായിരിക്കും ആദ്യം മരിക്കുന്നതെന്ന് കരുതാം. എന്നാൽ വിവാഹരേഖ മേൽപോട്ട് വളഞ്ഞിരിക്കുന്നതായി കണ്ടാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വിവാഹത്തിനുള്ള സാധ്യതകൾ കുറവാണ്. വിവാഹരേഖയിൽ നിന്നും തൂവൽ പോലെ ചെറുരേഖകൾ ഹൃദയരേഖയിലേക്ക് പോകുന്നതായി കണ്ടാൽ ആ വ്യക്തിയുടെ ഭാര്യ ഭർത്താവ് നിരവധി രോഗങ്ങളാൽ കഷ്ടപ്പെടുമെന്ന് കരുതാം. വിവാഹരേഖ താഴേക്ക് ചരിയുന്നിടത്ത് കുരിശടയാളമുണ്ടെങ്കിൽ അയാളുടെ ഭാര്യ ഭർത്താവ് അപകടത്തിൽ മരിക്കുമെന്ന് അനുമാനിക്കാം. വിവാഹരേഖയിലെ ദ്വീപടയാളം ദമ്പതികൾ തമ്മിൽ കുറച്ചുനാൾ പിരിഞ്ഞിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. വിവാഹരേഖയിൽ നിരവധി ദ്വീപടയാളങ്ങൾ ഉള്ളയാൾ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. വിവാഹരേഖ 2 കവരയായി പിരിയുന്നുണ്ടെങ്കിൽ വിവാഹ ജീവിതത്തിന് പെട്ടെന്ന് അറുതി വരുമെന്ന് കണക്കാക്കാം. വിവാഹരേഖയിൽ നിന്നും ഒരു നേരിയ രേഖ സൂര്യമണ്ഡലത്തിലേക്കോ സൂര്യരേഖയിലേക്കോ ചെന്നെത്തുകയാണെങ്കിൽ പ്രശസ്തനായ അല്ലെങ്കിൽ പ്രശസ്തയായ വ്യക്തിയെ വിവാഹം കഴിക്കുമെന്ന് കരുതാം. എന്നാൽ ഈ രേഖ കയ്യിലുള്ള ആളിന് വിവാഹത്തോടെ പ്രശസ്തിയും പ്രതാപവും നഷ്ടപ്പെടുകയും ചെയ്യും. വിവാഹരേഖയ്ക്കൊപ്പം സമാന്തരമായി അതുപോലെ ഒരു രേഖ ആഴത്തിൽ കാണപ്പെടുന്നത് വിവാഹേതര ബന്ധത്തിൻ്റെ സാധ്യത വിളിച്ചോതുന്നു. സന്താനരേഖ. ഇനി സന്താനരേഖയെക്കുറിച്ച് അല്പമൊന്ന് അറിഞ്ഞാലോ? സന്താനങ്ങളെക്കുറിച്ച് രേഖാശാസ്ത്രത്തിലെ വിശദീകരണങ്ങളിൽ ഒട്ടേറെ വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയും. സന്താനങ്ങളെ സംബന്ധിച്ചുള്ള രേഖകളുടെ സ്ഥാനത്തെക്കുറിച്ച് തന്നെ രേഖാശാസ്ത്രകാരന്മാർക്കിടയിൽ ഏകാഭിപ്രായമില്ല. ശുക്രമണ്ഡലത്തിലെ കുറുകെയുള്ള രേഖകളെ ആസ്പദമാക്കി സന്താനനിർണയം നടത്താൻ ചില രേഖാശാസ്ത്രകാരന്മാർ തയ്യാറാകുമ്പോൾ പൗരസ്ത്യ രാജ്യങ്ങളിലെ മിക്ക രേഖാശാസ്ത്രകാരന്മാരും ബുധമണ്ഡലത്തിലെ സ്ഥാനമാണ് ഇതിന് നീക്കിവച്ചിട്ടുള്ളത്. ഷീരോ ഉൾപ്പെടെയുള്ള പ്രമുഖരായ രേഖാശാസ്ത്ര പണ്ഡിതരുടെ അഭിപ്രായമനുസരിച്ച് ബുധമണ്ഡലത്തിൽ വിവാഹരേഖയുടെ അവസാനം അതിനോട് ചേർന്ന് മേൽപോട്ട് നിൽക്കുന്ന ചെറുരേഖകളാണ് സന്താനരേഖകൾ. ഇവ ചിലപ്പോൾ കാണാൻ തീരെ പ്രയാസമായ തരത്തിൽ ദുർബലമായിരിക്കും. മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താലാണ് ഈ രേഖകളെ ശരിയായി വിലയിരുത്താൻ കഴിയുക. ഈ രേഖകളുടെ എണ്ണം, അവയുടെ ഗതി, അവയുടെ നിറം തുടങ്ങി വളരെ സൂക്ഷ്മമായ അപഗ്രഥനത്തോട് മാത്രമേ സന്താനങ്ങളെക്കുറിച്ച് പ്രവചിക്കാൻ കഴിയൂ. ഈ രേഖകളിൽ വീതി കൂടുതലുള്ളവ ആൺമക്കളെയും വീതി കുറഞ്ഞവ പെൺസന്താനങ്ങളെയും സൂചിപ്പിക്കുന്നു. രേഖകൾ തെളിഞ്ഞും വ്യക്തമായും കാണുകയാണെങ്കിൽ സന്താനങ്ങൾ ആരോഗ്യമുള്ളവരും ദൃഢഗാത്രരും ആണെന്ന് പറയാം. ദുർബലമായ രേഖകൾ അനാരോഗ്യമുള്ള സന്താനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഈ രേഖകളിൽ ഒരെണ്ണം മറ്റുള്ളതിനേക്കാൾ പ്രബലമായി കാണുകയാണെങ്കിൽ ഒരു സന്താനം മാതാപിതാക്കൾക്ക് മറ്റുള്ളവരെക്കാൾ പ്രധാനപ്പെട്ട വ്യക്തിയാകുമെന്ന് പറയാം. പുരുഷന്മാരുടെ കയ്യിലും സ്ത്രീകളുടെ കയ്യിലും ഈ രേഖകൾ ഏതാണ്ട് ഒരുപോലെയാണ് വരുന്നത്. എന്നിരുന്നാലും തൻ്റെ മക്കളോട് അതിരറ്റ വാത്സല്യമുള്ള പിതാവിൻ്റെ കയ്യിലെ സന്താനരേഖയ്ക്ക് മാതാവിൻ്റെ കയ്യിലെ രേഖയേക്കാൾ തീക്ഷ്ണത ഉണ്ടാകും. നേരെ തിരിച്ചും സംഭവിക്കാം. താങ്ക് യു.